ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് രാത്രി 2 മണിയായിട്ടോ തിരിച്ചെത്തുമ്പോൾ. അതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയൊന്നും വെച്ചിട്ടില്ലായിരുന്നേ. നല്ല ക്ഷീണമുണ്ടായിരുന്നു. നേരെ കുളിയൊക്കെ കഴിഞ്ഞങ്ങോട്ട് കയറി കിടന്നേ. ഈ പാത്രങ്ങളൊക്കെ കഴുകി രാവിലത്തേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോണ്ടല്ലോ വലിയൊരു സമാധാനം തന്നെയായിരിക്കും കേട്ടോ. രാവിലെ ഉണ്ടല്ലോ പത്തിരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ അരിയൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാനിന്നൊരു അടിപൊളി പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ആ പച്ച ബ്രഷൊക്കെ എടുത്ത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചാച്ചി സൂക്ഷിച്ച് വെക്കുന്ന കൊട്ടയുണ്ടല്ലോ വിറക് പുരയിലേ, അതിൽ നിന്ന് പേസ്റ്റൊക്കെ എടുത്ത് ഞാൻ പല്ലേക്കാൻ പോവാണേ. ഇതുപോലെയുള്ള എന്ത് സാധനങ്ങളും കാണാതെ പോയാലൊക്കെ അച്ചാച്ചനോട് ചോദിച്ചാൽ മതി കേട്ടോ. അച്ചാച്ചൻ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവേ. പക്ഷേ ചില സമയത്തൊന്നും അച്ചാച്ചന് ഓർമ്മയുണ്ടാവില്ല കേട്ടോ. എന്നാലും അച്ചാച്ചൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. തീർന്ന പേസ്റ്റിൻ്റെ പാക്കറ്റൊന്നും ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചി പറഞ്ഞു അവിടെ വെച്ചിട്ട് ഞാൻ കളഞ്ഞോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ പത്തിരി ഉണ്ടാക്കേണ്ടതുകൊണ്ട് 2-3 ഇലയൊക്കെ എടുത്തിട്ട് ഇവിടെ എല്ലാവർക്കും നല്ല ചൂടോടെയുള്ള ഫുഡാണ് കേട്ടോ ഇഷ്ടം. അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഒക്കെ കേട്ടോ. അങ്ങനെ ഞാൻ ഇലയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ കല്ലിലാണ്, ദോശക്കല്ലിലാണ് കേട്ടോ ഈ പത്തിരി ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പം ഇതുപോലെയുള്ള 2 പത്തിരി മതി കേട്ടോ. പത്തിരി മറിച്ചിട്ട് നോക്കുമ്പം കരിഞ്ഞു പോയി ഗൈസ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ അച്ഛമ്മ ചക്കയുടെ പണിയൊക്കെ തുടങ്ങുവാണ് കേട്ടോ. അത് ഇന്നലെ കാറ്റിന് വീണിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞങ്ങൾ എടുത്തു വെച്ചായിരുന്നു. പിന്നെ അല്ലിൻകുട്ടൻ ഉണ്ടല്ലോ രതീശ്വരൻ കൊണ്ടുവന്ന ബബിൾസ് കൊണ്ടൊക്കെ കളിക്കുവാണേ. പിന്നെ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും പത്തിരിയൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ പോകുന്ന സമയത്താണ് അവന് പഠിക്കണം, എഴുതണം, എന്നോട് മറന്നുപോയി എഴുതാനൊക്കെ പറയുന്നത് കേട്ടോ. എഴുതാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ ഞാൻ കൈയൊക്കെ പിടിച്ച് എഴുതിച്ചേ. ഉച്ചയ്ക്കൊക്കെ നല്ല ബിസി ആയതുകൊണ്ട് തന്നെ ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്നിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അല്ലിൻകുട്ടനും കൂടെ മുട്ട ഓംലെറ്റും തോരനും കൂടി ചോറൊക്കെ കഴിച്ചു. ഓക്കെ ബൈ.